ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യം ഞാൻ തയ്യാറാക്കുന്നത് മുട്ട കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. അതിനായിട്ട് ആവശ്യാനുസരണം ഒന്നോ രണ്ടോ മുട്ട ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പം ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് തിളപ്പിച്ചാറിയ പാലും നന്നായിട്ട് വെള്ളത്തിൽ കലക്കിയ കോൺഫ്ലവറും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മുട്ട നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് പൊരിച്ചിട്ട് ചിക്കിച്ചെടുക്കാം. അതിനുശേഷം ആ മുട്ട നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ആ പാനിൽ തന്നെ കുറച്ച് ബട്ടറോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി തീരെ പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി. വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളുത്തുള്ളി ഭയങ്കരമായിട്ട് മൊരിഞ്ഞ് കളർ മാറി പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. കോൺഫ്ലവർ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ ഒരു കട്ട കെട്ടിയ പോലെ ഉണ്ടാകും. ആ സമയത്ത് നമുക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കണം. പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ആ കട്ടകളെല്ലാം പോകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരുപാട് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ചു കൊടുക്കണം. ഇത് നല്ലൊരു ക്രീം പാകത്തിലായിരിക്കും കിട്ടുക. വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാകും ഈ ക്രീമിന്. വെളുത്തുള്ളി സോസൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഈ ക്രീമിനുണ്ട്. ഇതിലേക്ക് ഇനി വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പുമാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എരി കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സിമ്പിളും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ മുട്ട കൊണ്ടുള്ള ഐറ്റം ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. അവസാനമായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടി ഞാൻ ഒരു സലാഡ് കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു കുക്കുംബറിൻ്റെ ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ലെറ്റൂസിൻ്റെ 3-4 ലീവ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെജിറ്റബിൾസ് എടുത്ത് ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം ഇത്. അതിനുശേഷം ഓരോ വെജിറ്റബിൾസും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ആദ്യം ക്യാപ്സിക്കം ഞാൻ നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം സവാളയും വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തു മാറ്റി വെച്ചു. ക്യാരറ്റും അതുപോലെ തന്നെ വളരെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തു. വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴാണ് കഴിക്കാൻ നല്ല രസം ഉണ്ടാവുക. അതുപോലെ തന്നെ കുക്കുംബറും വളരെയധികം തിന്നായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. ലെറ്റ്യൂസും മല്ലിയിലയും നല്ല പൊടിയായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു 7-8 അല്ലി വെളുത്തുള്ളി ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും വളരെ ചെറിയ പൊടിയായിട്ട് തന്നെ അരിഞ്ഞിട്ടെടുക്കണം. ചോപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതുപോലുള്ള കട്ടിങ് ടേബിൾ വെച്ചിട്ട് കുനുകുനാന്ന് നന്നായിട്ട് അരിഞ്ഞിട്ടെടുക്കണം. അപ്പോൾ ഇനി സാലഡ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്ക് ബട്ടറോ നെയ്യോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, സവാള, നമ്മുടെ ക്യാപ്സിക്കം എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസ് എല്ലാം കനം കുറച്ച് ഇതേപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. എന്നാലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, കാണാനും ഒരു ഭംഗിയും കിട്ടത്തുള്ളൂ. ക്യാരറ്റും സവാളയും ക്യാപ്സിക്കയും കൂടി ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. വെജിറ്റബിൾസ് അധികം വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം വളരെ പൊടിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയം കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. 2 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം ആവശ്യത്തിന് കുക്കായിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കുക്കുംബർ ലെറ്റൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉടനെ തന്നെ തീ ഓഫാക്കി കൊടുക്കണം. കാരണം കുക്കുംബർ ഒന്ന് വെന്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പം നമ്മുടെ സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ സാലഡ് വേണമെങ്കിൽ ബ്രൊക്കോളിയോ സ്വീറ്റ് കോണോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ എല്ലില്ലാത്ത ചെറിയ പീസുകളാക്കി എടുത്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് വേവിച്ചതിന് ശേഷം ഈ സാലഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റി കൊടുക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണിത്. ആവശ്യത്തിന് പ്രോട്ടീന്, വൈറ്റമിൻസ്, ഫൈബർ ഒക്കെ ധാരാളമായിട്ട് ഈ സാലഡിൽ അടങ്ങിയിട്ടുണ്ട്. ഈവനിങ്ങിലോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം.
കുറച്ച് ചിക്കനും കൂടെ വേവിച്ച് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും സാലഡിന്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഞാനിവിടെ ഗോതമ്പിൻ്റെ ഒരു ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. എഗ്ഗ് കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ ഐറ്റം ഭയങ്കര ടേസ്റ്റാണ്. ഒരു നല്ല സോസ് പോലെ നല്ല ക്രീമി ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ സാലഡിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണും വരെ ബൈ.